നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ്, ഞായറാഴ്ച ദിവസം. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയാമല്ലോ. ഈ വർഷത്തെ അവസാന ചന്ദ്രഗ്രഹണമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. നാളെ രാത്രി 9 മണി കഴിഞ്ഞ് 58 മിനിറ്റ് മുതൽ 1 മണി 22 മിനിറ്റ് വരെയാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ചന്ദ്രഗ്രഹണ സമയത്ത് ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരത്തിൽ കൂടി ആയിരിക്കും. പൊതുവേ നമ്മൾ പറയാറുണ്ട്, ഗ്രഹണം നടക്കുമ്പോൾ അത് ചിലപ്പോൾ ഗുണമാണോ ദോഷമാണോ പ്രദാനം ചെയ്യുന്നത് എന്നൊരു ആകുലത അല്ലെങ്കിൽ ഒരു പേടി പലരുടെയും മനസ്സിലുണ്ടാകും. എന്നാൽ ഇവിടെ 9 നക്ഷത്രക്കാർക്ക്, അതായത് 3 രാശിയിൽപ്പെടുന്ന 9 നക്ഷത്രക്കാർക്ക് ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. കാരണം എന്തെന്നാൽ ശനിയുടെ വക്രഗതി സഞ്ചാരം കൂടിയാവുമ്പോൾ ഇരട്ടി നേട്ടമാണ് ഇവിടെ ലഭിക്കുവാനായി പോകുന്നത്. സാമ്പത്തികമായി വളരെ മാറ്റമുണ്ടാകും, ഒരു ഉന്നതി വന്നു ചേരും. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ഉയർച്ചയുടെ സമയമാണ്. പ്രമോഷനൊക്കെ സാധ്യത കാണുന്നുണ്ട്. സമ്പത്ത് പല മാർഗങ്ങളിലൂടെ കയ്യിലേക്ക് എത്തിച്ചേരേണ്ട സമയമാണ്. അപ്പോൾ ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പരീക്ഷിക്കാവുന്നതാണ്. കയ്യിലേക്ക് പല വിധേന സമ്പത്ത് വന്നെത്താനുള്ള ഭാഗ്യമാണ് നാളെ ചന്ദ്രഗ്രഹണം നിമിത്തം ഇവിടെ ഉണ്ടാകുന്നത്. കൂടാതെ ശനിയുടെ വക്രഗതി സഞ്ചാരം കൂടിയാവുമ്പോൾ ഫലവും ഭാഗ്യവും ഇരട്ടിയാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. 9 നക്ഷത്രക്കാരായ ആളുകൾക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും കൂടാതെ സമൃദ്ധിയുടെയും സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാവിധ അനിശ്ചിതത്വങ്ങളും ഒഴിഞ്ഞ് ഒരു ഭാഗ്യരേഖയാണ് ഇവിടെ തുടങ്ങാനായി പോകുക, അല്ലെങ്കിൽ നേർരേഖയാണ് ഇവിടെ തുടങ്ങുന്നത്. എല്ലാവിധ പ്രയാസങ്ങളും മാറുന്ന ആ 9 ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് നാളെ സംഭവിക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം പല വിധത്തിലുള്ള മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. ജീവിതത്തിൽ ഒരു ഉയർച്ച, പടിപടിയായുള്ള ഉയർച്ചയ്ക്ക് തുടക്കമാകുന്ന ദിവസം കൂടിയാണ് നാളെ. ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ സാധ്യമാകും. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് മനുഷ്യരേവരും. അതൊക്കെ സാധിക്കുന്നില്ല എന്നതാണ് മനുഷ്യനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ആഡംബരങ്ങൾ കാട്ടാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ശനിയുടെ ഈ വക്രഗതി സഞ്ചാരം കൂടിയാകുമ്പോൾ ഇരട്ടി നേട്ടവും ഭാഗ്യവുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. അനുകൂലമായ ധാരാളം ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായി നോക്കുമ്പോൾ നിങ്ങളെ ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായി വളരെ വലിയ നേട്ടങ്ങൾ, നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്ന തരത്തിലുള്ളൊരു മാറ്റം, അതായത് എനിക്ക് ഈ മാറ്റം വന്നു, എൻ്റെ ജീവിതത്തിലാണോ ഈ മാറ്റം വന്നത്, ഒരിക്കലും ഞാനൊരു മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തില്ല എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെപ്പോലും കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം നാളെ മുതൽ തുടങ്ങാൻ പോവുകയാണ്. സന്തോഷത്തിനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആരോഗ്യപരമായി നിലവിലുള്ള പല ബുദ്ധിമുട്ടുകളുമാണ് നിങ്ങളെ ഇപ്പോൾ വലച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്നൊക്കെ ഒരു മോചനം വന്നു ചേരും. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സാമ്പത്തിക നേട്ടം, സാമ്പത്തിക ലാഭമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സമ്മാന പദ്ധതികളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ നിലവിൽ ലോട്ടറി എടുക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ എടുത്തിട്ടില്ലാത്തവരാണെങ്കിലും, വൃശ്ചികം രാശിക്കാരായ ആളുകൾ പ്രത്യേകിച്ചൊന്ന് ഈ ഓണം ബമ്പർ എടുക്കുന്നത്, അത് എല്ലാവരും എടുക്കുന്നു പറയുകയല്ല, എങ്കിലും നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ വളരെയധികം ഒരു ആനുകൂല്യം നിലവിലുള്ള ഒരു സമയമായതിനാൽ തന്നെ നല്ലൊരു തുക കയ്യിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. നമ്മൾ ലോട്ടറി എടുക്കാതെ ഇരുന്നിട്ട് ലോട്ടറി അടിക്കുമോ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷണത്തിന് മുതിരാൻ തയ്യാറാണെങ്കിൽ ഒന്ന് എടുത്തു നോക്കിയാട്ടെ. അതിൽ നിന്ന് നല്ല ഒരു തുക കയ്യിലേക്ക് എത്താനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ചിട്ടി, പാട്ടം തുടങ്ങിയ രീതിയിലുള്ള പല വരുമാന മാർഗങ്ങളിൽ നിന്നും കയ്യിലേക്ക് പണം ഒഴുകിയെത്തേണ്ട ഒരു സമയമാണ് ഇവിടെ നിലവിൽ കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് നല്ല ഒരു ഭാഗ്യ സമയമായതിനാൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സമ്മാന പദ്ധതികളിൽ നിന്നൊക്കെ ധനം വന്നു ചേരാനുള്ള, സമ്മാനം ലഭിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. നല്ല ഒരു സമയമാണ്. ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ പൂർണ്ണചന്ദ്രഗ്രഹണം നടക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായ ഗുണങ്ങളെയാണ് പ്രദാനം ചെയ്യാനായി പോകുന്നത്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് നേട്ടത്തിൻ്റെ സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. ജീവിതത്തിൽ നിലനിന്നിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഗ്രഹണ സമയം. അതായത് നമ്മൾ
ഭൂരിഭാഗം ആളുകളും പേടിക്കാറുണ്ട്, നാളെ ഗ്രഹണം നടക്കുകയാണ്, എന്താണോ ഇനി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ഭയപ്പെടേണ്ട കാര്യവും നിങ്ങളുടെ ജീവിതത്തിലില്ല. നാളെ മുതൽ നല്ല ഒരു മാറ്റം ഉണ്ടാവുകയാണ്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് പുരോഗതിയുടെ സമയമാണ്. അപ്പോൾ കർമ്മ മേഖല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ എന്തെങ്കിലുമൊക്കെ നിലവിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ സ്വയമേവ ഒഴിഞ്ഞ് നിങ്ങളുടെ പാത തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഏറ്റവും മികച്ച സമയമെന്ന് നമ്മൾക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. സാമ്പത്തികപരമായി നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ നിലവിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണ് നാളത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണത്തോടു കൂടി ലഭിക്കുവാനായി പോകുന്നത്. ജീവിതത്തിൽ നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരും. നിലവിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് നൽകുകയാണ്. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വളരെയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വന്നു ചേരാൻ പോവുകയാണ്. കൊതിച്ചതും ആഗ്രഹിച്ചതും നനച്ചതും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. അതായത് പല കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളായി വർഷങ്ങളായി നിലനിൽക്കുകയാണ്. പലരും നമ്മളുടെ പുറകെ ഉള്ളവർ പോലും മുന്നിട്ട് കയറിപ്പോയി. അതൊക്കെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. എങ്ങനെ ഇനി മുന്നോട്ട് പോകും, ജീവിതത്തിൽ എന്താണ് ഇനി ഒരു പിടിവള്ളി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷം നിങ്ങൾ കേട്ടുകൊള്ളൂ. നല്ല ഒരു സമയം, ഭാഗ്യദായമായ ഒരു സമയം നാളെ മുതൽ തുടങ്ങാൻ പോവുകയാണ്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ദൈവത്തെ നല്ല രീതിയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ കൂടി നാളെ മുതൽ തുടക്കമാവുകയാണ്. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്കും നാളെ നടക്കുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ശനിയുടെ വക്രഗതി സഞ്ചാരമാണ്. അപ്പോൾ ഗുണാനുഭവങ്ങൾ ഇരട്ടിയാകുന്ന ഒരു സമയം കൂടിയാണ്. വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. അംഗീകാരവും ആദരവും ഒക്കെ വന്നു ചേരും. നിലവിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടും സമൂഹത്തിലായാലും ഗൃഹത്തിലായാലും മറ്റുള്ളവരുടെ ഇടയിലായാലും ഒരു അംഗീകാരവും മതിപ്പും ഒന്നും കിട്ടുന്നില്ല എന്ന് വ്യസനിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള അംഗീകാരവും പ്രശസ്തിയും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. പല കോണുകളിൽ നിന്ന് വരുമാനം നിങ്ങളെ തേടിയെത്തുന്നതാണ്. കൂടാതെ അകന്നു നിന്ന ചില ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളുടെ ഒരു ഒത്തുചേരൽ കൂടി സംഭവിക്കും. അത് ചിലപ്പോൾ മക്കളായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് മാതാപിതാക്കളിൽ നിന്ന് വേർപെട്ട് മക്കൾ അകന്നു കഴിയും. അത് നിലവിൽ നിങ്ങൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ സമ്മാനിക്കുന്നുണ്ട്. കാരണം മക്കൾ അകന്നു കഴിഞ്ഞാൽ ഏത് മാതാപിതാക്കൾക്കും സഹിക്കാൻ സാധ്യമാകുകയില്ല. ഇവിടെ മക്കൾ വീണ്ടും ഒന്നിച്ച് വരാനൊക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അവരോടൊപ്പം ധാരാളം സമയം ചിലവഴിക്കാനും സന്തോഷിക്കാനുമുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ആരോഗ്യകാര്യത്തിലും യാതൊരു ആശങ്കയും വേണ്ട സമയമല്ല. നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വിടുതൽ ഉണ്ടാകുന്ന സമയം കൂടി തുടങ്ങുകയാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ ഇടക്കാലമായി അല്പം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ബിസിനസ്സിൽ നേരിടുന്നുണ്ട്. എങ്കിലും ഈ ഓണക്കാലം വന്നപ്പോൾ ചെറിയ തോതിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമാകുന്നില്ല. നാളെ മുതലുള്ള സമയം നിങ്ങൾ ഉദ്ദേശിച്ച നിലയിലേക്കുള്ളൊരു ഉയർച്ച കാണുന്നുണ്ട്. പുതിയ ചില മാർഗ്ഗങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും. അതായത് ചില ആശയങ്ങൾ പുതിയതായി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം, ബിസിനസ് ഒന്നുകൂടി വിപുലീകരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന ചില ആശയങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് രൂപപ്പെടുന്നതിനുള്ള യോഗം കൂടി നാളത്തെ ചന്ദ്രഗ്രഹണം നിമിത്തം ഉണ്ടാകുന്നുണ്ട്. ശനിയുടെ വക്രഗതി സഞ്ചാരവും കൂടെ ആകുമ്പോൾ ഇരട്ടി നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് വന്നെത്തുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കാനായി സാധിക്കും. ഒരുപാട് മനസ്സിൽ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ടും നടക്കുന്നില്ല. എല്ലാം നടത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോഴോ പലതും തുടക്കമിടുന്നു, പക്ഷേ പാതി വഴിയിലായി നിന്നു പോകുന്നു. വീട് പണി, അതേപോലെ വസ്തു വാങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ജഡിതിയിൽ, അതായത് ധൃതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ പാതി വഴിയിൽ അങ്ങ് സ്റ്റോപ്പായി പോകുന്നൊരവസ്ഥയുണ്ട് അല്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ അവസ്ഥയിൽ നിന്നും ഒരു മോചനം ഉണ്ടാകും. ചില വിദ്യാർത്ഥികളായ ആൾക്ക് കോഴ്സിലേക്ക് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി എത്തിപ്പെടുന്നുണ്ട്, പക്ഷേ അത് പൂർത്തിയാക്കാൻ സാധ്യമാകാതെ പലരും കോഴ്സൊക്കെ ഡ്രോപ്പ് ചെയ്ത ആളുകളും കാണും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ്. പാതി വഴിയിൽ വിദ്യാഭ്യാസം മുടങ്ങിയവർക്കും അത് തുടർ പഠനത്തിലേക്കൊക്കെ എത്താനും നാളെ മുതലുള്ള സമയം ഭാഗ്യം അനുകൂലമാകുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള പ്രാർത്ഥന. എപ്പോഴും നല്ല സമയമാണ്, ഞാൻ പ്രാർത്ഥിക്കേണ്ട എന്നല്ല, നല്ല സമയമാകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. എന്തെന്നാൽ ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഭാഗ്യം പൂർണ്ണമായി നമ്മളിലേക്ക് എത്തണം. ഒരു വിധത്തിലും തട്ടിത്തടഞ്ഞു പോകാതിരിക്കണം. അതിന് ഇഷ്ടദേവനെ ആരോ ഇഷ്ടദേവിയെ ആരോ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും മുന്നോട്ട് പോവുക. കുടുംബക്ഷേത്ര ദർശനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തിരുവോണം ദിനത്തിൽ കുടുംബക്ഷേത്ര ദർശനം നടത്തണം. ഏതൊക്കെ നക്ഷത്രക്കാരാണ് നടത്തേണ്ടതെന്നൊക്കെയുള്ളത് മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ തിരുവോണത്തിന് ആ നക്ഷത്രക്കാരായ ആളുകൾ ആ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഫലമല്ല, ആ ഒരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമെന്നതാണ് അതിൻ്റെ പ്രത്യേകത കൂടി പറഞ്ഞു തന്നത്. ഇവിടെ നല്ലൊരു സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. പ്രാർത്ഥനയോടുകൂടി, ധൈര്യത്തോടുകൂടി, അതിലുപരി പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. നന്ദി.